Hello everyone. In the last few classes, we studied 4 different methods to find the root of the equation f of x is equal to 0. In this class, we are dealing with convergence of iteration schemes. The iteration schemes in we have 4 methods. It is the rearrangement of equation and Newton-Raphson method. Rearrangement of equation rearrangement of equation നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഏത് ഫോർമാറ്റിലോട്ട് എഴുതി? x is equal to phi of x എന്നുള്ള ഫോർമാറ്റിലോട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതി. റൈറ്റ്? ഈ x is equal to phi of x നമ്മൾ ഡയറക്റ്റ്ലി ഏതൊരു phi of x അല്ല നമ്മൾ എടുത്തത്. നമ്മൾ എന്താ ചെയ്തത്? We found a phi of x in such that എന്താണ് modulus of phi dash x is less than 1. Modulus of phi of dash x less than 1 വരുന്ന ഒരു phi of x കൺസിഡർ ചെയ്ത് x is equal to phi of x എഴുതിയാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്രോബ്ലം ചെയ്തു പോയത്. നമ്മൾ അവിടെ എന്തുകൊണ്ട് modulus of phi dash x less than 1 എന്ന് എടുത്തു നമ്മൾ അത് പറഞ്ഞില്ല. but we directly took that modulus of phi dash x is less than 1. ഈ ക്ലാസ്സിൽ കൺവേർജൻസ് ഓഫ് ഐറ്ററേഷൻ സ്കീമിൽ നമ്മൾ പഠിക്കും y എന്തുകൊണ്ട് phi dash x less than 1 എടുത്തു എന്നുള്ള കാര്യം. That is the convergence. അപ്പോൾ നമുക്കൊരു ഐറ്ററേഷൻ സ്കീം കൺവേർജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആൽഫയിലോട്ട് അല്ലെങ്കിൽ റൂട്ടിലോട്ട് കൺവേർജ് ചെയ്യണമെങ്കിൽ മോഡുലസ് ഓഫ് phi dash x എന്തായിരിക്കണം? ലെസ് ദാൻ 1. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ നമ്മൾ റീഅറേഞ്ച്മെന്റ് മെത്തേഡിൽ എന്താ ചെയ്തത്? പ്രൊസീജിയർ ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് എക്സ് നോട്ട് നമ്മളൊരു അപ്രോക്സിമേഷൻ എടുത്തിട്ട് we calculated x1. x1 is equal to what is it? Phi of x0. പിന്നെ എന്ത് എടുത്തു? x2 കണ്ടുപിടിച്ചു. that is phi of x1 and x3 എന്താണ്? phi of x2 etc. നമ്മൾ പോയാൽ xn plus 1 എന്തായിരിക്കും? xn plus 1 എന്തായിരിക്കും? x3 ആണെങ്കിൽ x2. അപ്പോൾ xn plus 1 എന്തായിരിക്കും? phi of xn. Right? This is the general form of an iteration method. അപ്പോൾ ഒരു iteration methodന്റെ general form എന്താണ് നമ്മളോട് ചോദിച്ചാൽ it is xn plus 1 is equal to phi of xn. Take that as an equation number 1. See, for example, Newton-Raphson method എന്താണ്? Newton-Raphson method is what is it? Newton-Raphson method is xn plus 1 is equal to xn minus f of xn by f dash of xn. See, ഏത് ഫോർമാറ്റ് തന്നെയാണ്? xn plus 1 is equal to phi of xn. xn ഒരു ഫംഗ്ഷൻ, റൈറ്റ്? അപ്പോൾ ഇതും എന്താണ്? ഒരു ഐറ്ററേഷൻ മെത്തേഡ്. അപ്പോൾ ഏതൊരു ഐറ്ററേഷൻ മെത്തേഡ് എടുത്താലും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? xn plus 1 is equal to phi of xn. This is equation number 1. Put as equation number 1. Now, by iteration method, we get x1, x2, etc. xn etc. റൈറ്റ്? അപ്പോൾ നമ്മൾ ഓരോ ഐറ്ററേഷൻ കഴിയുമ്പോഴും നമ്മുടെ വാല്യൂ എന്തിനോട് അടുത്തോട്ടിരിക്കും? നമ്മുടെ റൂട്ടിന് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. റൈറ്റ്? നമ്മുടെ സൊല്യൂഷൻ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. റൈറ്റ്? ദാറ്റ് മീൻസ് ദിസ് സീക്വൻസ് x1, x2 etc. xn will converge to the root alpha. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ റൂട്ട് ആണെങ്കിൽ we will get that എന്താണ്? f of alpha എന്തായിരിക്കും? what is it? f of alpha is equal to 0. നമ്മൾ തുടങ്ങിയതാണ് x is equal to phi of x ആണല്ലോ. that means this alpha should satisfy this equation also. therefore alpha is equal to what is it? phi of alpha. put as equation number a. നമുക്ക് ഈ ഇക്വേഷൻ അത്യാവശ്യമാണ്. ആൽഫ is equal to phi of alpha. അപ്പോൾ നമ്മുടെ ഒരു ഐറ്ററേഷൻ സ്കീം കൺവേർജ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ആൽഫ is equal to എന്തായിരിക്കണം? phi of alpha ആയിരിക്കും. റൈറ്റ്? ഒന്നുകൂടെ പറയാണ്. the sequence of values x1, x2 etc. xn is required to converge to the value alpha. it satisfies എങ്കിൽ ഏതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും? f of alpha is equal to 0 and alpha is equal to phi of alpha. now ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. എന്ത് ഐറ്ററേഷനിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്? xn ആണ്. റൈറ്റ്? ഈ xn എന്ന് പറയുന്നത് ആൽഫയ്ക്ക് ഈക്വൽ അല്ല, പക്ഷെ ആൽഫയ്ക്ക് അടുത്തുള്ള ഒരു വാല്യൂ ആണ്, വളരെ അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസിന് നമ്മൾ എന്താ? ആൽഫ എൻ. ആ എററിനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? ആൽഫ എൻ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ xn എന്തായിരിക്കും? ആൽഫ പ്ലസ് എന്തായിരിക്കും? എപ്സിലോൺ എൻ. അപ്പോൾ n plus 1 iteration ആണെങ്കിലോ that is will be, we can take that, what is it? alpha plus epsilon n plus 1. Right?
പിന്നെ ഒരു കാര്യം ആലോചിച്ചോളാം, ഈ ഐട്രേഷൻ സ്കീം കൺവേർജ് ചെയ്യണമെങ്കിൽ നമ്മൾ xn +1 എത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ വാല്യൂ എന്തിനോട് അടുത്തോട്ട് പോവുകയാണ്? റൂട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എറർ ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഫോർ എൻ ഐട്രേഷൻ പ്രോസസ് ടു കൺവേർജ് വി നീഡ് ദ എറർ ടു ബി ഡിക്രീസിങ് ഓർഡർ. അപ്പോൾ എന്താണ്, നമുക്കൊരു ഡിക്രീസിങ് എറർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഐട്രേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യത്തുള്ളൂ? കൺവേർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എറേഴ്സ് ഡിക്രീസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ εn+1 ആരെക്കാട്ടിയും ചെറുതായിരിക്കണം? εn-നെക്കാട്ടി. അപ്പോൾ ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് εn+1 ഷുഡ് ബി ലെസ് ദാൻ എന്താണ്? εn, റൈറ്റ്? We have to rewrite this one. How can we rewrite this one? Modulus of εn+1 divided by modulus of εn should be what is divided ചെയ്താണ്. അപ്പോൾ എന്തായിരിക്കും? Which will be less than 1. That means modulus of εn+1 by is less than 1. Okay, അതുവരെ കിട്ടിയല്ലോ നമുക്ക്. Now coming to our question, നമുക്ക് ഇനി അടുത്ത ഇക്വേഷൻ നമ്പർ 1 നോക്കാം. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 വന്നു. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? xn+1 = phi of xn. നമുക്ക് xn ഉണ്ട്, xn+1 ഉണ്ട്. അത് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. When we substitute, what will you get? xn+1 is what? Alpha plus alpha plus εn+1 is equal to phi of xn. xn എന്തായിരുന്നു? xn is alpha plus εn. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. phi of alpha plus എപ്സിലോണിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് ടൈലർ സീരീസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ടൈലർ സീരീസ് നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നോക്കിക്കോളാം. ടൈലർ സീരീസ് f(x+h)ന്റെ എക്സ്പാൻഷൻ ഇതാണ്. f(x+h) എന്നുള്ള ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ യൂസിങ് ടൈലർ സീരീസ് is given by f(x), first term is f(x) plus h into h/1 factorial into f dash of x plus h²/2 factorial into f2 dash of x plus h³/3 factorial into എന്തായിരിക്കും? f3 dash of x plus etc. This is the Taylor series expansion. See, f of x plus h ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഏതാണുള്ളത്? phi of alpha plus 1. We have phi of alpha plus 1. So we are substituting. f-ന്റെ സ്ഥാനത്ത് phi ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരുന്നു? x-ന്റെ സ്ഥാനത്ത് ആൽഫയും h-ന്റെ സ്ഥാനത്ത് എപ്സിലോണും. ഫസ്റ്റ് ടേം എന്തായിരിക്കും? പ്ലസ് phi of alpha പ്ലസ് അടുത്ത ടേം എന്താണ്? εn/1 factorial into phi dash alpha. നെക്സ്റ്റ് ടേം എന്താണ്? εn²/2 factorial into phi double dash of alpha plus etc. Okay, see, εn എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ഐട്രേഷനിൽ കിട്ടുന്ന എറർ ആണ്. അതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ചിലപ്പോൾ നിയർലി ഈക്വൽ xn വളരെ അടുത്താണ് കിടക്കുന്നത്, ആൽഫയ്ക്ക് അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ എപ്സിലോൺ ഈസ് വെരി സ്മോൾ. അപ്പം ഇൻഫിനിറ്റ്ലി സ്മോൾ ആകുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാം. നെഗ്ലിജിബിളി സ്മോൾ. സോ അതിൻ്റെ ഹയർ പവേഴ്സ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. സോ വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസിനെയും നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് നെഗ്ലക്ട് ചെയ്യാം. നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് വിൽ ബി ഈക്വലന്റ് ടു ആവും. ഈക്വലന്റ് ഇടുന്നില്ല, ഈക്വൽ ടു ഇടുന്നുള്ളൂ. ഇറ്റ് ഈസ് ആൽഫ പ്ലസ് വാട്ട് ഈസ് ഇറ്റ്? εn+1 ഈസ് ഈക്വൽ ടു phi ഓഫ് ആൽഫ പ്ലസ് εn phi dash alpha. Right? Now see, so in eighth equation എങ്ങനെ എടുക്കുന്നത് നോക്കിക്കേ. phi of alpha is equal to alpha. എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വി ക്യാൻ പ്രൂവ്. phi of alphaക്ക് പകരം എന്ത് കൊടുക്കാം? ആൽഫ കൊടുക്കാം. അപ്പം സോ എന്തായി മാറും? നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? ആൽഫ പ്ലസ് εn+1 is equal to phi of alphaക്ക് പകരം എന്താ? ആൽഫ. ആൽഫ പ്ലസ് എപ്സിലോൺ n into phi dash of alpha. എന്ത് ക്യാൻസൽ ചെയ്ത് പോവും? ആൽഫ ആൽഫ വിൽ ക്യാൻസൽ ആൻഡ്
ഇനി epsilon n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ you will get phi dash alpha is equal to epsilon n plus 1 by epsilon n, right? Taking modulus on both sides. Epsilon n plus 1 by epsilon modulus എന്താണ് less than 1 ആണ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. That means we got phi dash alpha, modulus of phi dash alpha is less than 1. This is the condition for convergence of iteration scheme. Okay, fine. അതാണ് നമ്മൾ ആ മെത്തേഡ് ചെയ്തപ്പോൾ rearrangement of equation മെത്തേഡ് ചെയ്തപ്പോൾ എന്താണ് എടുത്തത്? what you have take modulus of phi dash alpha less than 1 എടുക്കാൻ കാര്യം. Okay, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ. ഇനി ഓർഡർ ഓഫ് കൺവേർജൻസ് ആണ് നോക്കുന്നത്. എന്താണ് നമ്മൾ നോക്കുന്നത്? ഓർഡർ ഓഫ് കൺവേർജൻസ്. if the first n minus 1 derivatives of phi vanish at x is equal to alpha. What does that mean? First n minus 1 derivatives of phi vanishes at x is equal to alpha. അപ്പോൾ n minus 1 derivative വരെ നമ്മൾ എടുക്കുകയാണ്. phi dash of alpha at x is equal to alpha ആണ് is equal to vanish ആകുക എന്ന് പറഞ്ഞാൽ 0 ആവുക. phi double dash alpha is equal to etc. phi n minus 1 alpha is equal to 0. n minus 1 ഡെറിവേറ്റീവ് വരെ ഫൈയുടെ വാല്യൂ എൻ്റെ ഡെറിവേറ്റീവ് വരെ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കത്തില്ല? 0 ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ we can say that method is said to have what order? Nth order convergence. What is it? Nth order convergence. നമ്മളിവിടെ പഠിച്ച വേറൊരു മെത്തേഡ് ഏതാണ്? ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡാണ്. വാട്ട് ഈസ് ദാറ്റ് ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ്? ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് ഈസ് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ എഴുതിയായിരുന്നു. ഇറ്റ് ഈസ് എക്സ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇറ്റ്? എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ. Right? We have to show that this Newton-Raphson method is of second order convergence. ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡിന് എത്ര സെക്കൻഡ് ഓർഡർ കൺവേർജൻസ് ആണുള്ളത്? സെക്കൻഡ് ഓർഡർ കൺവേർജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? phi dash alpha എന്തായിരിക്കണം? 0 ആയിരിക്കണം. phi double dash alpha not is equal to 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ phi dash alpha കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആദ്യം phi dash of alpha ക്ക് അപ്പോൾ what is phi of x from here? phi of x is x മൈനസ് നമ്മൾ പറഞ്ഞല്ലോ എക്സ് എൻ പ്ലസ് 1 is equal to phi of x n ഫോമാറ്റ് ആയിരിക്കും. അപ്പോൾ phi of x എന്താണ്? x മൈനസ് f of x divided by f dash of x, right? We have to find the derivative. What's the derivative? Phi dash of x is equal to, derivative of 1 is 1, x is 1 minus, ഇത് ഏത് റൂളാണ്? quotient rule. quotient rule എന്താണ്? derivative into numerator derivative എന്ന് പറഞ്ഞാൽ f dash x minus numerator into, that is f of x into derivative of the denominator f double dash x divided by denominator square, right? Which is equal to f dash x into f dash x എന്താണ്? f dash x square, right? അപ്പോൾ which is equal to 1 minus, then term by term divide ചെയ്യുമ്പോൾ f dash x square by f dash x square is 1. ഈ മൈനസും മൈനസും എന്തായി? പ്ലസ്, which is f of x into f double dash of x divided by f dash x square. This is the first derivative. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? phi dash of alpha എന്താണെന്ന് കാണിക്കണം? 0. അപ്പോൾ phi dash of alpha, this is phi of alpha, this is phi dash of x. നമുക്ക് phi dash of x കിട്ടിയത് എങ്ങനെയായിരുന്നു? phi dash of x ഈ 1 ക്യാൻസൽ ചെയ്ത് പോവാലോ. We got phi dash x. That is what is phi of alpha, phi dash of alpha. Phi dash of alpha എന്ന് പറഞ്ഞാൽ phi dashൽ xന്റെ സ്ഥാനത്തല്ല ആൽഫ കൊടുത്തു നോക്കുക. ആൽഫ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ആൽഫ ആയി മാറും. this also alpha, this is also alpha, right? അപ്പോൾ what is f of alpha? ആൽഫ റൂട്ട് ആണല്ലോ. f of alpha യുടെ വാല്യൂ എന്താണ്? 0 അല്ലേ? f of alpha യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ phi dash of alpha is you have got as 0. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. phi double dash of alpha എന്തായി കിട്ടിക്കോളും? not equal to 0. അപ്പോൾ phi double dash of alpha not is equal to 0 and phi dash of alpha equal to 0. Therefore Newton-Raphson method has end order convergence. Okay. Now we will move to the next question. നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്.
The following is an iteration scheme for finding the root of x. So the iteration scheme ഞാൻ എഴുതിയിട്ടില്ല. The iteration scheme is given by x n plus 1 is equal to 1 by 2 into xn plus x divided by xn. ഇതാണ് നമ്മുടെ iteration scheme. Okay, the following is an iteration scheme for finding the square root of x. അപ്പോൾ നമുക്ക് ഏതിൻ്റെ ഐട്രേഷൻ സ്കീമാണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഐട്രേഷൻ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് നമ്മൾ എന്താ റൂട്ട് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആൽഫ സ്ക്വയർ. അതാണ് നമ്മുടെ ഐട്രേഷൻ സ്കീം കണ്ടുപിടിച്ചത്. ഓക്കെ, അത് നമ്മളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതിൻ്റെ ഐട്രേഷൻ സ്കീം ഈസ് 1 by 2 into xn plus x divided by xn. Show that it has a second order convergence. അതിന് എന്ത് കാണിക്കണം? നമ്മൾ സെക്കൻഡ് ഓർഡർ കൺവേർജൻസ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പം ആദ്യം നമ്മൾക്ക് കാണിക്കേണ്ടത് ഇത് ഈ ഐട്രേഷൻ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഐട്രേഷൻ ആണെന്നാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തു. വി ഐഡന്റിഫൈഡ് ദിസ് ഈസ് എന്ത് ഫോമാണ്? ഐട്രേഷൻ ഫോമാണ്. ഐട്രേഷൻ ഫോം ആണെന്ന് കണ്ടുപിടിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഈസ് ഫൈ ഓഫ് എക്സ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് എന്തായിരിക്കും? വാട്ട് ഈസ് ഫൈ ഓഫ് എക്സ്? ഫൈ ഓഫ് എക്സ് ഹിയർ വിൽ ബി ഈക്വൽ ടു 1 by 2 into x plus capital X by x, right? Phi of x. ഈ ഐട്രേഷൻ മെത്തേഡ് കൺവേർട്ട് ചെയ്യുന്നപ്പോഴാണ് നമ്മൾ പഠിച്ചിരുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു എന്തപ്പോഴായിരിക്കും? ഫൈ ഓഫ് എക്സ് ആകുമ്പോഴാണ്, ഫൈ ഓഫ് ആൽഫ ആകുമ്പോഴാണ് നമ്മുടെ മെത്തേഡ് സ്കീം വിൽ കൺവേർജ്, റൈറ്റ്? അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഫൈ ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ ആൽഫ കൊടുക്കാം. എപ്പോഴും ആലോചിച്ച് കൊടുക്കാം. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ. When you substitute over here, alpha is equal to what will you get? 1 by 2 into phi of alpha. Okay. 1 by 2 into what is it? Alpha plus x by alpha. On simplifying you will get alpha is equal to alpha square plus x divided by 2 alpha. Right? ഇനി അപ്പോൾ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. when you cross multiply you will get 2 alpha square is equal to alpha square plus x. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ is equal to x. നോക്കിക്കേ, ആൽഫ സ്ക്വയർ is equal to x ആണല്ലോ. അപ്പോൾ എക്സിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതല്ലേ? ദാറ്റ് ഈസ് x root x is equal to ആൽഫ. അപ്പോൾ എന്താണ്? ദിസ് ഈസ് എ സ്കീം ഫോർ ഫൈൻഡിങ് ദ സ്ക്വയർ റൂട്ട് ഓഫ് x, റൈറ്റ്? നമുക്ക് സ്ക്വയർ സംഭവം കിട്ടി. ഇനി എന്താണ്? what is the next one? You have to show that it has a second order convergence. സെക്കൻഡ് ഓർഡർ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈ ഡാഷ് ആൽഫ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഫൈ ഡാഷ് ആൽഫ കണ്ടുപിടിക്കാം. വി ഗോട്ട് ഫൈ ഡാഷ് ആൽഫ. അപ്പോൾ ഫൈ ഡാഷ് എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന് പോലെ ആൽഫ കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, വാട്ട് ഈസ് ഫൈ ഓഫ് എക്സ്? സോറി, ഫൈ ഓഫ് എക്സ് ഒന്നും കൂടി എടുത്ത് എഴുതുകയാണ്. ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2 into എക്സ് പ്ലസ് ക്യാപിറ്റൽ എക്സ് ബൈ എക്സ്. ഓക്കെ, 1 by 2 is already there. X in the derivative 1 ആണ്, plus capital X by derivative of what is it? 1 by x is minus 1 by x square, right? അപ്പോൾ എന്ത് വരും അവിടെ? what is that? അവിടെ എന്താ വരുന്നത്? minus capital X divided by x square, right? ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്? ഫൈ ഡാഷ് ഓഫ് ആൽഫ 0 ആണ്. അപ്പോൾ ഫൈ ഡാഷ് ഓഫ് ആൽഫ എക്സിന് പകരം ആൽഫ കൊടുക്കണം. 1 by 2 into 1 minus what is x? X is alpha square, that is alpha square divided by x ന് കൊടുക്കുമ്പോൾ alpha square, that is 1 minus 1 which will be equal to 0. അപ്പോൾ നമുക്ക് phi dash alpha എന്ത് കിട്ടി? we got phi dash alpha is equal to 0. ഇനി ഇതിന്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? phi double dash alpha എന്താണെന്ന് കാണിക്കണം. not is equal to 0 എന്ന് കാണിക്കണം. ഓക്കെ, phi double dash alpha ഇവിടെ phi double dash alpha. അപ്പോൾ phi double dash alpha ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 by 2 ഉണ്ട്. 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സ് ഡിവൈഡഡ് 1 by x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 by minus s cube, that is x cube. 2 will cancel each other. at x is equal to alpha ആണ്. x is equal to alpha, but x divided by alpha cube, right? what is x? x എന്താണ് നമുക്കറിയാലോ? alpha square. this divided by alpha cube, that is equal to 1 by alpha, which is not is equal to 0.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 dash alpha 0 ആയിട്ട് കിട്ടി, 5 double dash alpha not is equal to 0 കിട്ടി. അപ്പോൾ അതിൻ്റെ ഓർഡർ ഓഫ് കൺവേർജൻസ് എന്തായി? സെക്കൻഡ് ഓർഡർ ഓഫ് കൺവേർജൻസ്. ഇനി അടുത്ത എന്താ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. Find the square root of 16 with very pure guess root 16 is equal to 1. Root 16 is equal to 1 ആയിട്ട് നമ്മൾ ആദ്യത്തെ ഐട്രേഷൻ x0 എടുത്തിട്ട് റൂട്ട് 16ന്റെ ഇത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ചോദിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ റൂട്ട് 16 is equal to റൂട്ട് 16 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാണ്? വാട്ട് ഈസ് എക്സ് ഹിയർ? റൂട്ട് എക്സ് കണ്ടുപിടിക്കാനുള്ള ഐട്രേഷൻ ആണ്. അപ്പോൾ റൂട്ട് 16 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ് എന്തായിരിക്കും? എക്സ് ഇവിടെ ക്യാപിറ്റൽ എക്സ് എന്തായിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ x0 ഐട്രേഷൻ ആണല്ലോ, x0 എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 1 ആയിട്ട് എടുക്കാൻ പറഞ്ഞു. ഓഫ് കോഴ്സ് വാട്ട് ഈസ് x0 എടുക്കുമ്പോൾ x1 എന്തായിരിക്കും? വാട്ട് ഈസ് x1? 1/2 into 1 plus what is it? X is 16 divided by 1, which will be equal to 8.5. What is it? 8.5. ഇനി അടുത്ത എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വാട്ട് യു ഹാവ് ടു ഫൈൻഡ് x2. What is x2? x2 is 5 of x1, that is 1/2 into 8.5 plus 16 divided by 8.5, which is equal to 5.191. നോക്കിയേ, നമുക്കറിയാം റൂട്ട് 16 എത്രയാണ്? 4 ആണെന്നുള്ളത്. ഐട്രേഷൻ നോക്കി 1 ആണ് എടുത്തത്. പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പോവാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ we will calculate x3. x2 is 5.1151 and what is x3 is 1/2 into 1.51 അല്ല 5.191. $5.191 plus 16 divided by 5.191, which will be equal to, using calculator you will get 4.137. Proceeding similarly, we will get x4 is equal to 4.002257. x5 will be equal to 4.00000637, and of course x6 x6 is 4. Now we have got square root iteration, which is square root and x6 വെച്ച് നമുക്ക് x6 വെച്ചപ്പോൾ നമുക്ക് 4 കിട്ടി, right? I hope you understand the convergence of iteration method. Thank you for listening.